നമസ്കാരം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി 2025 ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഈ വിശേഷ ദിവസത്തിന്റെ പ്രാധാന്യവും ഐതിഹ്യവും വ്രതാനുഷ്ഠാന രീതികളും നമുക്കൊന്ന് കണ്ടുനോക്കാം. ചാന്ദ്രമാസത്തിലെ 11ാം തിഥിയാണ് ഏകാദശി. ഒരു വർഷത്തിൽ 24 ഏകാദശികളുണ്ടെങ്കിലും വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഗുരുവായൂരിലെ പ്രതിഷ്ഠാദിനമായി കണക്കാക്കപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ദ്വാദശി സംബന്ധമുള്ളതുകൊണ്ട് ഇതിനെ ആനന്ദപക്ഷ ഏകാദശി എന്നും വിളിക്കുന്നു. ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പ്രധാനമായി അറിയപ്പെടുന്നത് ഗുരുവും വായുദേവനും ചേർന്നാണ് ഗുരുവായൂരിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത്. ആ പ്രതിഷ്ഠാ കർമ്മം നടന്ന പുണ്യദിനം ഈ ഏകാദശി ദിനമായിരുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഗീതോപദേശം നൽകിയതും ഈ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. ഏകാദശി വ്രതം ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്നു. തലേദിവസമായ ദശമിക്ക്, അതായത് നവംബർ 30-ന് ഒരിക്കലൂണാണ് പ്രധാനം. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഏകാദശി ദിവസം ഡിസംബർ 1-ന് പൂർണ്ണമായി ഉപവസിക്കുക. കഴിയാത്തവർക്ക് പഴങ്ങളോ അരിയാഹാരമൊഴികെയുള്ള ധാന്യാഹാരങ്ങളോ കഴിക്കാം. എണ്ണ തേച്ചുകുളി, പകലുറക്കം എന്നിവ ഒഴിവാക്കണം. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ദ്വാദശി ദിവസം ദ്വാദശി നാളിൽ കുളിച്ച് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തിയ ശേഷം പാരണ വിടുന്നതോടെയാണ് വ്രതം പൂർത്തിയാകുന്നത്. ദ്വാദശി കഴിയുന്നതിനു മുൻപ് പാരണ ചെയ്യണം. ഏകാദശിയോടനുബന്ധിച്ച് 1 മാസം മുൻപ് തന്നെ ഗുരുവായൂരിൽ ഏകാദശി വിളക്കുകൾ ആരംഭിക്കും. ഏകാദശി ദിവസം ക്ഷേത്രത്തിനകത്തും പുറത്തും ലക്ഷദീപങ്ങൾ തെളിയിക്കുന്നതോടെ ഗുരുവായൂർ ശോഭമയമാകും. അന്നേ ദിവസം ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കും. പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യം മുതൽ ദ്വാദശി ദിവസം രാവിലെ 9 മണിവരെ നട അടയ്ക്കാതെ ഭക്തർക്ക് ദർശനം നടത്താം. ലോകപ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നതും ഈ ഏകാദശി ദിനങ്ങളിലാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തേടാൻ ഏറ്റവും ഉത്തമമായ ഈ ഏകാദശി ദിനം ഓരോ ഭക്തനും ഒരു പുണ്യകർമ്മമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഭക്തിനിർഭരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.